ബി.ജെ.പി. സർക്കാരുകൾ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയതു മുതൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സംസ്ഥാന സർക്കാരുകളെ ഒരു നിശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ബി.ജെ.പി. സർക്കാരുകൾ എപ്പോഴും അവർ നിയമിച്ച ഗവർണർമാരെ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ആ ഗവർണർമാരുടെ അമിതാധികാര പ്രയോഗത്തിന് ഇന്ന് സുപ്രീം കോടതി ഒരു മൂക്കുകയറിടുകയുണ്ടായി. ഗവർണർമാർക്ക് ഒരു സമയ നിബന്ധനയും ഇല്ലാതെ ബില്ലുകൾക്ക് മേൽ അടയിരിക്കാൻ അവകാശമില്ല എന്ന് സുപ്രീം കോടതി ഇന്ന് തീർത്ത് കൽപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം ഓരോ വിഷയത്തിലും പാലിക്കേണ്ട സമയക്ലിപ്തതയെ കുറിച്ച് സുപ്രീം കോടതി വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളും നൽകുകയുണ്ടായി. തമിഴ്നാട് സർക്കാർ എം.കെ. സ്റ്റാലിന്റെ നേതൃത്വത്തിൽ തമിഴ്നാട് ഗവർണർ ആർ.എൻ. രവി 10ഓളം ബില്ലുകൾ തമിഴ്നാട് നിയമസഭ ആവർത്തിച്ച് പാസാക്കിയ നീറ്റ് ബില്ലടക്കമുള്ള ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കാതെയോ അല്ലെങ്കിൽ പിടിച്ചുവച്ചോ സമയം വൈകിപ്പിക്കുന്നത് മൂലം സുപ്രീം കോടതിയെ സമീപിച്ചതിലൂടെയാണ് സംസ്ഥാന കേന്ദ്ര ബന്ധത്തെ പുനർനിർവചിക്കുന്ന ഈ ഒരു വിധി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വിധി ഇന്ന് പുറത്തു വരുന്ന ഘട്ടത്തിൽ തമിഴ്നാട് നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ തമിഴ്നാട് നിയമസഭയെ ഈ തമിഴ്നാടിന്റെ വിജയം എം.കെ. സ്റ്റാലിൻ അറിയിക്കുകയുണ്ടായി. നമുക്ക് തമിഴ്നാട് നിയമസഭയിലെ എം.കെ. സ്റ്റാലിന്റെ പ്രസംഗം ഒന്ന് കേട്ടു നോക്കാം. வரலாற்று சிறப்புமிக்க தீர்ப்பை நமது தமிழ்நாடு அரசு பெற்றுள்ளது. இந்த சட்டமன்ற பேரவையில் நாம் நிறைவேற்றி மாண்புமிகு ஆளுநரின் ஒப்புதலுக்காக அனுப்பி வைத்த பல முக்கிய சட்ட முன்வடிவுகளுக்கு ஒப்புதல் தராமல் திருப்பி அனுப்பினார். அந்த நிலையில் அவற்றை நாம் மீண்டும் இங்கே நிறைவேற்றி அனுப்பி வைத்தோம். இரண்டாவது முறை சட்டமன்ற பேரவை நிறைவேற்றிய சட்ட முன்வடிவுகளுக்கு மாண்புமிகு ஆளுநர் அவர்கள் ஒப்புதல் அளித்தே ஆக வேண்டும் என்று அரசியல் சட்டம் வரையறுத்திருந்த போதிலும் இவற்றுக்கு ஒப்புதல் அளிக்காமல் ஆளுநர் அவர்கள் காலம் தாழ்த்தி வந்ததோடு அதற்கு தனக்கு அதிகாரம் இருப்பதாகவும் தெரிவித்து வந்தார். இதனை எதிர்த்து தமிழ்நாடு அரசு மாண்புமை உச்சநீதிமன்றத்தில் வழக்கு தொடுத்ததில் தமிழ்நாடு அரசின் வாதத்தில் இருந்த நியாயத்தை ஏற்று மாண்புமிகு ஆளுநர் அவர்கள் நிறுத்தி வைத்திருந்தது சட்டவிரோதமானது என்றும் அந்த சட்ட முன்வடிவுகளுக்கும் ஆளுநர் அவர்கள் ஒப்புதல் அளிக்கப்பட்டதாக கருதப்பட வேண்டும் என்றும் தெரிவித்து வரலாற்று சிறப்புமிக்க தீர்ப்பினை இன்றைக்கு மாண்புமை உச்சநீதிமன்றம் வழங்கியுள்ளது. இந்த தீர்ப்பு தமிழ்நாட்டுக்கு மட்டுமின்றி இந்தியாவில் உள்ள அனைத்து மாநில அரசுகளுக்கும் கிடைத்த மாபெரும் வெற்றியாகும். திராவிட முன்னேற்ற கழகத்தின் உயிர் கொள்கையான மாநில சுயாட்சி, மத்திய கூட்டாட்சி தத்துவம் ஆகியவற்றை நிலைநாட்டிட தமிழ்நாடு போராடியது. தமிழ்நாடு போராடும், தமிழ்நாடு வெல்லும். തമിഴ്നാട് ഇനിയും പോരാടും, തമിഴ്നാട് ഇനിയും വിജയിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് എം.കെ. സ്റ്റാലിൻ തൻ്റെ നിയമസഭയിലെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. എം.കെ. സ്റ്റാലിൻ്റെ സർക്കാർ പാസാക്കിയ 10ഓളം ബില്ലുകളാണ് ഗവർണർ ആർ.എൻ. രവി ഒരധികാരവും ഇല്ലാത്ത ഘട്ടത്തിലും പിടിച്ചുവച്ച് വൈകിപ്പിച്ചത്. അതിൽ തമിഴ്നാടിൻ്റെ പൊതുവായ ആവശ്യമായ നീറ്റ് ബില്ലടക്കമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് സുപ്രീം കോടതി ആർ.എൻ. രവിയെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുക മാത്രമല്ല, ഗവർണർമാർക്ക് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തു. ഇത് കേരളത്തിൽ കൂടി പ്രാധാന്യമുള്ള ഒരു വിധിയാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതേ രീതിയിൽ കേരള നിയമസഭ പാസാക്കിയ യൂണിവേഴ്സിറ്റി ബില്ല് അടക്കമുള്ള ബില്ലുകൾക്ക് മുമ്പിൽ അടയിരിക്കുന്ന കാഴ്ച കേരളം ഏറെ കണ്ടതാണ്. അന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവകാശപ്പെട്ടത് തനിക്കിതിനെല്ലാം അധികാരമുണ്ട് എന്നാണെങ്കിൽ അങ്ങനെ ഒരു അധികാരവും ഒരു വിശേഷാൽ അധികാരവും ഗവർണർ എന്ന നോമിനേറ്റഡ് പദവിക്ക് ഭരണഘടന അനുവദിച്ച് നൽകുന്നില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നത്തെ സുപ്രീം കോടതി വിധി. എന്തായാലും ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ബി.ജെ.പി. സർക്കാരുകളുടെ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റത്തിന് സുപ്രീം കോടതി ഒരു മൂക്കുകയറിട്ടിരിക്കുകയാണെന്ന് തീർത്തു പറയാൻ സാധിക്കും.